അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ കളവ് പോകാറുണ്ട് അല്ലേ? ഇത് പൈസയായിട്ടാണെങ്കിലും വസ്തുക്കളായിട്ടാണെങ്കിലും വീട്ടു സാമഗ്രികളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും അതൊക്കെ നമ്മളിൽ നിന്ന് മോഷണം പോവാറുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചു കിട്ടും എന്നുള്ള ഒരു വ്യാഖ്യാനമുള്ള ഒരു സ്വപ്നമുണ്ട്. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംഭവങ്ങൾ, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങൾ അത് തിരിച്ചു കിട്ടും. അത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനം വരുന്നത് എന്നുള്ളതാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഉമ്മയുടെ അനിയത്തി, നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തി, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തി, സഹോദരൻ, നമ്മുടെ അമ്മാവന്, കാരണവർ എന്നൊക്കെ പറയും, ഇവരുമായി ബന്ധപ്പെട്ടിട്ട് നാം അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 63-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഒരാൾ അയാളുടെ എളാമയെ അല്ലെങ്കിൽ മൂത്തമ്മയെ അല്ലെങ്കിൽ അമ്മാവനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പോൾ ഇവരൊക്കെ സ്വപ്നത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതല്ല, അവരങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്, അമ്മാവനെ കാണുകയാണ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അനിയത്തിനെ കാണുകയാണ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിനെ അങ്ങനെ കാണുകയാണ്. അവരെന്താ ചെയ്യുന്നത് നമ്മൾ നോക്കണം. നമ്മൾ സ്വപ്നത്തിൽ എങ്ങനെ കാണുകയാണ്, അവരെ അങ്ങനെ കാണാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു വസ്തു തിരിച്ചു കിട്ടുമെന്നാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടു, അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരിച്ച് കിട്ടുന്നില്ല എന്ന് കരുതി കുറ്റപ്പെടുത്തരുത്. കാരണം സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഒന്നിന് രേഖയൊന്നുമല്ല. സ്വപ്നം നമ്മൾ ചില സമയങ്ങളിൽ കണ്ടാൽ അത് ഫലിക്കും. അങ്ങനെ ഫലിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എല്ലാ സമയത്ത് കാണുന്ന സ്വപ്നവും അതെന്താവില്ല, വ്യാഖ്യാനം അതുപോലെ നടക്കില്ല. എല്ലാ സമയത്തും കാണുന്ന സ്വപ്നം അതൊരു സ്വപ്നമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.